നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് സാരികൾ കാണിക്കാവേ. എന്ത് സാരികളാണെന്നൊന്നും വലിയ ഇൻട്രൊഡക്ഷൻ ഒന്നും പറയുന്നില്ല. സമയം കളയുന്നില്ല, ഒട്ടും സമയം കളയാനില്ല. അതുകൊണ്ടാണ് വേഗം തീർക്കണമെന്നുള്ളൊരിതാണ്. ഇതൊരു നല്ല ഫങ്ഷൻ വെയർ സാരിയാണ്. നല്ല ഡാർക്ക് വയലറ്റ് ഷെയ്ഡ്, വളരെ സോഫ്റ്റാണ്, ഭയങ്കര സോഫ്റ്റായിട്ടുള്ള സോഫ്റ്റ് സിൽക്ക് സാരി. ബനാറസി ബോർഡർ, ഇങ്ങനൊരു ബോർഡർ ഇങ്ങനെ വരും. ബോഡിയെ കൂടെ ഇങ്ങനെ ഒരു സംഭവം. ഇതെല്ലാം വീവിങ് ആണ്, ഒരു പ്രിൻ്റ് അല്ല, എല്ലാം വീവിങ് ആണ്. നല്ല സോഫ്റ്റായിട്ടുള്ള, ശരീരത്തോട് നല്ല ഇഴകി ചേർന്ന് കിടക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സാരി. ഇതാണ് അതിൻ്റെ ബോർഡർ വന്നിട്ട് ഇങ്ങനെ വരും, കണ്ടോ. മുന്താണി ഇങ്ങനെ, ബ്ലൗസ് ആ മുന്താണിക്ക് ചേരുന്ന സെയിം സോഫ്റ്റ് ബ്രൊക്കേഡ് ബ്ലൗസ്. ബോർഡർ ഉണ്ട്. ബ്രൊക്കേഡ് ബ്ലൗസ് ഇങ്ങനെ വരും. മുന്താണി ഇങ്ങനെ. ഇതിപ്പം ക്യാമറയ്ക്കകത്ത് എന്തോരം കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അതിൻ്റെ ഡിസൈൻ കാണണമെങ്കിൽ ഇച്ചിരി പാടാ. ഈ താഴത്തെ ഭാഗത്തെ കാണാം. ഇവിടെ ഇങ്ങനെ ഒരു ബ്രൊക്കേഡ് പോലത്തെ ഡിസൈനാണ്. നല്ല സാരി. അതിൻ്റെ കളറ് നല്ലൊരു ഹൈലൈറ്റാണ്, നല്ല വയലറ്റ്, നല്ല എടുപ്പ് തോന്നുന്ന കളറ്. പിന്നെ ഈ പറഞ്ഞ പോലെ നല്ല സുഖമാണ്, ബോഡിക്ക് നല്ല സുഖമാണ്, നല്ല സോഫ്റ്റാണ്, നല്ല നമുക്ക് ശരീരത്തോട് നല്ല ഇഴകി ചേർന്ന് കിടക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇനി ഈ മോഡൽ സാരി ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചായിരുന്നു. മൽമൽ കോട്ടൺ അല്ലെങ്കിൽ സോഫ്റ്റ് കോട്ടണിൻ്റെ മോഡൽ സാരി. ഇതിൻ്റെ വേറെ ടൈപ്പാണ് കാണിച്ചായിരുന്നു, ഇത് കാണിച്ചില്ല. ഇത് കണ്ടോ, ഇങ്ങനൊരു സാരിയാണേ. ഇത് ഫുള്ള് ഇങ്ങനെ തന്നെയാണ്, താഴേക്ക് ഇങ്ങനെ സ്ട്രൈപ്പ് വരും. ബ്ലാക്കും തീപ്പട്ടി, ഇന്നെല്ലാം തീപ്പട്ടി കളറാണല്ലോ. തീപ്പട്ടി കളറെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, വയലറ്റ് അല്ലേ, വയലറ്റിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡ്. അതിനകത്തെന്ന് പറഞ്ഞാൽ വാടാമുല്ല കളർ എന്ന് പറയല്ലേ, ആ ഒരു കളറാണ് ഇത്. ഇത് വന്നിട്ട് വയലറ്റ്, വാടാമുല്ലയല്ല വയലറ്റ്, എന്നിട്ട് ബ്ലാക്കും ഇങ്ങനെ ഒരു ഷെയ്ഡ്. ബോർഡർ ഇങ്ങനെ, ബോഡിയെ ഫുൾ ഇങ്ങനെ താഴോട്ട് സ്ട്രൈപ്പ് പോലെ ഡിസൈൻ പോയിരിക്കണം. ബോർഡർ വരുമ്പോൾ ആ ഒരു ഇങ്ങനെ നേരെ. മുന്താണി അങ്ങനെ തന്നെ. മുന്താണിക്ക് വന്നിട്ട് തന്നെ വ്യത്യാസം ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു സെറി കൊടുത്തിട്ടുണ്ട്, ഇങ്ങനൊരു സെറി കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ സാരിയാണ്, നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ഓഫീസ് യൂസിന് അങ്ങനെയൊക്കെ ഉപയോഗിക്കാം. ബ്ലൗസ് ഇതിപ്പം ബ്ലൗസിൻ്റെ ഇവിടെ വരുമ്പോൾ ശരിക്കും നമ്മൾ നോക്കുമ്പോൾ ഉണ്ടല്ലോ, ബ്ലാക്കും കോഫി ബ്രൗണും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ്. അതും ഇവിടെ അങ്ങനെ, ഇവിടെ പ്രത്യേകിച്ചും എടുത്തറിയാം. എന്നിട്ട് ഇങ്ങനെ ഒരു ബോർഡറുമായിട്ട് നല്ല സാരിയാണ്, സിമ്പിൾ എലഗൻ്റ് ആയിട്ടുള്ള സാരി. മൽമൽ സോഫ്റ്റ് കോട്ടൺ. ഇനി കുറേ ഷെയ്ഡ്സ് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാം തീർന്നുപോയി. ഇനി നമ്മുടെ കാന്ത പ്രിൻ്റ് വരുന്ന ഒരു കാന്ത ഡിസൈൻ വരുന്ന സാരി. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനമാണ് കാന്ത വർക്ക് എന്ന് പറയുന്നത്. ഇത് മുഴുവൻ ഈ കാന്ത വർക്ക് എന്ന് പറയുമ്പോൾ ഇത് ബോഡിയിൽ ഈ ഫുള്ള് വന്നിരിക്കുന്ന ഹാൻഡ് വർക്ക്ഡ് ആണെന്നാണ് പറയപ്പെടുന്നത്. ഇങ്ങനെ ബോർഡർ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഒരു സെമി ലിനൻ്റെ പോലെയുള്ള ഒരു സ്റ്റഫാണ് വരുന്നത്. മുന്താണി വന്നിട്ട് ഇങ്ങനെ കാന്ത വർക്ക്. അതുകൊണ്ടോ ഇതും ഒക്കെ അങ്ങനെ തന്നെയാണ്. സിമ്പിൾ സാരിയാണ്, പക്ഷേ നമുക്ക് നല്ല ഫങ്ഷൻ വെയർ ആയിട്ടിടാം. ബ്ലൗസ് വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ആ കയ്യേലൊരു ബോർഡറും ഈ ഒരു സെറി, ഗോൾഡൻ സെറി എന്ന് പറഞ്ഞിട്ട് അതും കൂടെ കൂട്ടി കയ്യിലൊരു ബോർഡറും കൂടെ വന്നിട്ടുള്ള ഒരു എന്താ പറയുന്നത്, പാരറ്റ് ഗ്രീൻ അല്ല, ലെമൺ ഗ്രീൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡാണ് വരുന്നത്. എന്നിട്ട് ബോഡിയെ വരുന്ന ആ ഡിസൈൻ എന്ന് പറയുമ്പോൾ ഡാർക്ക് മെറൂണ് ഫുള്ള് ഇങ്ങനെ. ഇത് കണ്ടോ, ഇങ്ങനെ വരും. ബോഡി ഫുൾ ഇങ്ങനെയുണ്ട്. ഇതെന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ ഒരു ഭാഗത്തുനിന്ന് താഴോട്ട് മാത്രം, ഇവിടെ മാത്രം, ബാക്കിയെല്ലാം ഫുള്ള്. നല്ല സാരിയാണ്. ഈ ലിനൻ്റെ കൈൻഡ് ഓഫ് മെറ്റീരിയലാണ്. അത് ഡ്രൈ വാഷ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഷാമ്പു വാഷ് എങ്കിലും ചെയ്യുന്നതായിരിക്കും നല്ലത്. പ്രത്യേകിച്ച് ഈ ഹാൻഡ് വർക്കൊക്കെ ചെയ്ത സാരി ആകുമ്പോഴത്തേനുമേ നമ്മളത് ചുമ്മാ കൊണ്ടുപോയിട്ട് വാഷ് ചെയ്യരുത്. നമ്മൾ കെയർഫുള്ളായിട്ട് വാഷ് ചെയ്യണം. പക്ഷെ പെട്ടെന്ന് ചാടി വാഷ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല. നല്ലൊരു കളർ കേട്ടോ,
നല്ലൊരു വെറൈറ്റി കളറ്. ഈ കളർ ഒരു ബെയ്ജ് അല്ലേ, ബെയ്ജിൻ്റെ ഒക്കെ ഒരു ലൈറ്റ് ഷെയ്ഡ്. അതിൽ ഡാർക്ക് മെറൂണ് പ്രിൻറ്റ് വരുന്നു. ഞാൻ തിരിച്ചാണോ പിടിച്ചിരിക്കുന്നതെന്ന് എനിക്കൊരു ഡൗട്ട്. അല്ല അല്ലേ, ചില സമയത്ത് അങ്ങനെയൊക്കെ തോന്നും. ഇല്ല, നല്ല ശരീരത്തൊട്ട് നല്ല ഇത് ലിനൻ്റെ മെറ്റീരിയൽ ആകുമ്പോഴേ നമ്മളെപ്പോഴും നല്ല ഇതായിട്ട് സൂക്ഷിക്കണം. പക്ഷേ അതിൻ്റെ ആ സ്റ്റഫിന് കിട്ടുന്ന ലിനൻ്റെ മെറ്റീരിയലിന് അറിയാമല്ലോ വിലയുണ്ട്, പക്ഷേ അതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. തന്നെ അത് ഉടുക്കാൻ നല്ല സുഖമാണ്, കൊണ്ടുനടക്കാൻ നല്ല സുഖമാണ്. സ്റ്റാർച്ച് ചെയ്യേണ്ടതല്ല ഇത്, സ്റ്റാർച്ച് ചെയ്യാതെ ഇടേണ്ടതാണ്. സ്റ്റാർച്ച് ചെയ്യണമെങ്കിൽ ചെയ്യണമെന്ന് അത്യാവശ്യമുള്ളവർക്ക് ചെയ്യാം. സ്റ്റാർച്ച് ചെയ്യാതാണ് ഇത് ഉപയോഗിക്കേണ്ടത് ശരിക്കും. എന്താണ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ലൈറ്റ് ഷെയ്ഡ്, നല്ലൊരു ക്ലാസ് ലുക്കും തോന്നിക്കും. ഇത് കണ്ടോ, ഇത് ബ്ലൗസ് വരുമ്പം പ്ലെയിൻ വരും. ഈ ഹാൻഡ് വർക്ക് എന്ന് പറയുമ്പോൾ എന്നാന്ന് പറഞ്ഞാലും അതിന് അതിൻ്റേതായ ഒരു ബൂട്ടിയുണ്ട് ഇല്ലേ, നല്ലൊരു ഭംഗിയാണ്. പിന്നെ ഒരു വേണമെങ്കിൽ വലിയൊരു ഹെവി ഫങ്ഷൻ ടച്ച് തരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തരുന്നില്ല. ഈ ഒരു ബോർഡറിൻ്റെ മാത്രമേ ഉള്ളൂ. നമുക്ക് സിമ്പിൾ പക്ഷേ ഒരു എലഗൻ്റ് ആയിട്ടുള്ളൊരു ലുക്കാണ് തരുന്നത്. എല്ലാം ലൈറ്റ് ഷെയ്ഡാണ് അത് കേട്ടോ. ലൈറ്റ് ഷെയ്ഡ് മതി ഇഷ്ടം എന്നുള്ളവർക്ക് ഇതേ ഒരു പൗഡർ ബ്ലൂൻ്റെ ഒക്കെ ഒരു ടൈപ്പ് ഷെയ്ഡ്, നമ്മളെപ്പോഴും കണ്ടു മടുക്കുന്ന ഒരു ഷെയ്ഡല്ല. ഒരു ഷെയ്ഡ് പൗഡർ ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡ് ആയത്തെ കൂടെ യെല്ലോയാണ് കാന്താ നൂല് പോയിരിക്കുന്നത്. മുന്താണി വന്നിട്ട് ഇങ്ങനെ, ബ്ലൗസ് ഒന്നുമില്ല, സെയിം തന്നെ പ്ലെയിൻ. കണ്ടോ, ഇത് നല്ല സാരി. ഇത് എപ്പോഴും ഇങ്ങനെ നമ്മൾ കാണുന്നതും കിട്ടുന്നതുമായ സാരികളല്ല ഇത്. കാന്താവർക്ക് ചെയ്ത സാരികൾ കിട്ടും, ചില മെറ്റീരിയൽ എപ്പോഴും കിട്ടത്തില്ല. കിട്ടുമ്പോൾ നമ്മൾ എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. എല്ലാം എപ്പോഴും കാന്താവർക്കെല്ലാം പല മെറ്റീരിയലിൽ വരും. ഇപ്പം ലിനത്തെ വരും, ടസറ വരുന്നുണ്ട്, കോട്ടണെ വരുന്നുണ്ട്, അങ്ങനെ സെമി സിൽക്ക് വരുന്നുണ്ട്. പക്ഷേ എല്ലാത്തിലും എല്ലാ സമയത്തും കിട്ടത്തില്ലെന്ന് മാത്രം. ഇത് നമ്മുടെ റേറ്റ് എത്രയിന് കുറവാണോ? 1000 താഴെയല്ലേ? ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു നല്ല ഫങ്ഷൻ വെയർ സാരി. ഇപ്പം മഴയൊക്കെയാണ്, ഭയങ്കര മഴയുടെ ഘോര താണ്ഡവം ആടിക്കൊണ്ടിരിക്കുന്ന പോലത്തെ മഴയാണ് ഞങ്ങളുടെ ഇങ്ങോട്ടൊക്കെ. എല്ലായിടത്തും അതേ തോന്നും, ഒത്തിരി സ്ഥലത്തൊക്കെ വെള്ളപ്പൊക്കവും കാര്യങ്ങളും ഒക്കെ. പക്ഷേ ഇതൊക്കെ മാറും, 2 ദിവസം കഴിയുമ്പോൾ ഇതെല്ലാം മാറി വീണ്ടും എന്താ പറയുന്നത് നല്ല ഇതാവും. അപ്പം ഫങ്ഷനുകളുടെയൊക്കെ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ടില്ല, സമയം തന്നെയാണ്. അങ്ങനെ ഉടുക്കാൻ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സാരി. ഇങ്ങനൊരു ബോർഡർ, ഇതിപ്പോൾ ഒരു സഫയർ ബ്ലൂ ഷെയ്ഡാണേ. ഇങ്ങനൊരു ബോഡിയെ കൂടെ ഫുള്ള് ഇങ്ങനെ ലീഫിൻ്റെ ഒരു വീവിങ് ചെയ്തിരിക്കുക. ബോർഡർ ഇങ്ങനെ, മുന്താണി ഇങ്ങനെ, ബ്ലൗസ് ഇതേ ഇങ്ങനെ പ്ലെയിൻ വന്നിട്ട് ഒരു ബോർഡർ കയ്യെ വന്നിട്ട്. ഇതൊരു ചന്തേരിയുടെ ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ്, ചന്തേരി കോട്ടൺ, ചന്തേരി സിൽക്കിൻ്റെ കൈൻഡ് ഓഫ് മെറ്റീരിയൽ. ഇത് കണ്ടോ, ഇതാണ് അതിൻ്റെ മെറ്റീരിയൽ. ഒന്നുകൂടെ വേണമെങ്കിൽ കാണിച്ചോ. ഞാൻ ഒരുമാതിരിപ്പെട്ട് പറയാവുന്നതെല്ലാം പറയുന്നുണ്ട്. പിന്നെ മനുഷ്യൻ്റെ ബുദ്ധി ഓർമ്മയൊക്കെ അല്ലേ, ചില കാര്യങ്ങൾ നമ്മൾ വിട്ടു പോകുന്നേ ഉള്ളൂ. എന്നിട്ടും കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്താൽ കൊള്ളാമെന്ന് പറയുമ്പോൾ എനിക്ക് സത്യം പറയാൻ ചിരി വരും. ഇനി എഫർട്ടിന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. അപ്പം ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്തു പോയാൽ അന്നേരം പറയും എന്നാ ഫീച്ചേഴ്സ് പറയുന്നത് നിർത്തിയിട്ട് അത് കാണിക്കാൻ. ഏതായാലും കുഴപ്പമാണ്. കുറ്റം. ഞാനിങ്ങനെ ഇതെല്ലാവരെയും അല്ല കേട്ടോ പറയുന്നത്. വളരെ 1000ൽ ഒരുവൻ എന്ന് പറഞ്ഞ പോലെ ചിലർക്കുണ്ടല്ലോ എല്ലാത്തിനും ഒരു കംപ്ലൈൻറ്റ് പറയുന്നൊരിത്. അത് വീഡിയോ, എനിക്ക് ഒരു സംശയമില്ലാത്ത കാര്യം, വീഡിയോ സ്കിപ്പാക്കി കാണും. എന്നിട്ട് പറഞ്ഞില്ല എന്ന് എന്നോട് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കുമോ? ഞാൻ സമ്മതിക്കത്തില്ല, ഞാൻ തർക്കിക്കും. ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞില്ല എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും കലി. എനിക്ക് കലിയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ വേണമെന്ന് ആയിരിക്കും ചിന്തിക്കുന്നത്. അങ്ങനെ കലിയെന്നല്ല പറഞ്ഞേ, നമ്മൾ പറഞ്ഞിട്ട് പോലും പറഞ്ഞില്ല എന്ന് പറയുമ്പോഴേ ആരും പറയാനല്ല കേട്ടോ. ഞാൻ ചുമ്മാ ഇങ്ങനെ ഓരോന്ന് ഓർത്തപ്പോൾ പറയുന്ന കേട്ടോ, വേറെ ഓർത്തേക്കല്ലേ. സഫയർ ഗ്രീൻ സെയിം, വേറെ കളർ മാത്രം വ്യത്യാസമുള്ളൂ, വേറെ ഒന്നുമില്ല. മുന്താണി നല്ല ഇത് കണ്ടോ, നമ്മുടെ ഈ എന്താ പറയുന്നത് ഇതുപോലെ ഇങ്ങനെ ഭയങ്കര സോഫ്റ്റായിട്ട് വരുന്ന മുന്താണിയല്ല, അത് പടുപടാന്ന് നിൽക്കുന്നതല്ല, ഭയങ്കര സോഫ്റ്റായിട്ട് വരുന്ന ഈ ആൻറ്റിക് ഡിസൈനിൽ വരുന്ന കൈൻഡ് ഓഫ് മുന്താണിയില്ല, അങ്ങനത്തെ മുന്താണിയാണ്. ഈ ബോഡിയും അതെ കേട്ടോ. ഇതിനകത്ത് മുഴുവൻ പേപ്പർ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയത് ഭയങ്കര ഇത് കണ്ടോ, കനവേ ഇല്ലാത്തൊരു മെറ്റീരിയലാണ്, ഭയങ്കര കനത്തിൽ നിൽക്കുന്നു തോന്നും. ഈ പേപ്പർ നൂരിക്കളയുവാണെങ്കിൽ അത് വ്യത്യാസം മനസ്സിലാവും. ഇത് കണ്ടാൽ തോന്നും ഭയങ്കര പടുപടാന്നാന്ന് നോക്കൂ. അത് എന്നാന്നറിയാം, ഓൺലൈനിൽ വാങ്ങിക്കുമ്പോൾ അത് ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. പലർക്കും പല ഡൗട്ട്സാണ്, അങ്ങനെയാണോ ഇങ്ങനെയാണോ അതാണോ ഇതാണോ എന്നുള്ള ഡൗട്ട്സിനകത്ത് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, കാരണം നേരിട്ട് കണ്ടെടുക്കുന്നതല്ലല്ലോ. അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇതിന് കനം കുറവാണ് കേട്ടോ.
കനം കുറവാന്ന് പറഞ്ഞാൽ ആവശ്യത്തിനുള്ള കനമേ ഉള്ളൂ, വലിയ പടുപടാന്നിരിക്കുന്നല്ല. ഇതുണ്ടോ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്, കണ്ടോ ചന്തേരിയുടെ. എല്ലാം നല്ല കളേഴ്സുമാണ്. ലൈറ്റ് കളർ വേണ്ടവർക്കും ഉണ്ട്, ഡാർക്ക് കളർ വേണ്ടവർക്കും ഉണ്ട്. ഫങ്ഷനൊക്കെ വരുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒത്ത് കിട്ടുമ്പോൾ വാങ്ങിച്ചു വെക്കുക എന്നുള്ളതേ ഉള്ളൂ. എപ്പോഴും നമുക്ക് ഒത്ത് കിട്ടണമെന്നില്ലല്ലോ അല്ലേ. എന്നേലും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നില്ലെങ്കിൽ എനിക്കൊരു മിണ്ടാതെ നിന്ന് വീഡിയോ കാണിക്കാനൊക്കെ പഠിക്കണം. ആരും ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, ഞാൻ എന്നോട് തന്നെ ഇതൊക്കെ പറയുന്നതാണ്. മിണ്ടാതെ നിന്ന് വീഡിയോ കാണിക്കാനൊന്നും എന്നോട് ആരും ആവശ്യപ്പെട്ടില്ല. മിണ്ടാത്തതിന് പരാതി പറയുന്നവരാ കൂടുതലും, മിണ്ടുന്നതിന് പറയുന്നവരൊക്കെ കഴിഞ്ഞ് മിണ്ടാത്തതിന് പറയുന്നവരാ. ഇത് തന്നെ കളറാണ്. ഇത് ഒരു സൈസ് ഗ്രീൻ ഷെയ്ഡാണേ. ഗ്രീനിൻ്റെ ഒരു കാറ്റഗറിപ്പെട്ട ഒരു കളറ്. അത് നേർത്ത് വന്നിട്ട് ഇങ്ങനെ കോപ്പർ ബോർഡറുമായിട്ട് ഡിസൈനും അങ്ങനെ തന്നെ. മുന്താണി ഇങ്ങനെ തന്നെ. മുന്താണിയൊക്കെ കണ്ടോ ഭയങ്കര സോഫ്റ്റാണ്, നല്ല കൂടിയ സാരികൾക്കൊക്കെ വരുന്ന ടൈപ്പ് മുന്താണിയാണ്. അതിൻ്റെ 5 കളറോ 6 കളറും കണ്ടവളെ. ഇതാണ് അടുത്തത്, ലാവണ്ടർ ഷെയ്ഡ്. മുന്താണി മറ്റേതുപോലെ തന്നെ, ഒന്നും പ്രത്യേകിച്ച് ഓരോന്നും എടുത്ത് കാണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നല്ല, ഒന്നുമില്ല. കളർ മാത്രം നോക്കി വെച്ചാൽ മതി, ഏതാ ഇഷ്ടമുള്ള കളറാണ്. അല്ലെങ്കിൽ ചേരുന്ന കളർ നോക്കണ്ട. അങ്ങനെ എല്ലാ കളറും എല്ലാവർക്കും ചേരും. ചുമ്മാ തോന്നല്ല അത് ചേരിയല്ല ഇത് ചേരിയല്ല. ചേരുന്ന നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ചേരും. നമ്മുടെ ഇഷ്ടം നോക്കിയാൽ മതി എന്നേ. മറ്റുള്ളവർ പറയുന്നൊന്നും വില കൊടുക്കണം. നമ്മളെ സംതൃപ്തിപ്പെടുത്തിയാൽ മതി. ലോകത്തുള്ള ആരെയും സംതൃപ്തിപ്പെടുത്താൻ പറ്റത്തില്ല. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും പല അഭിപ്രായങ്ങളല്ലേ. നമ്മുടെ സംതൃപ്തി അതാണ്, അത് ഇടുന്നതാണ്. ഞാനൊക്കെ അങ്ങനെയാണ്, സത്യമായിട്ടും അങ്ങനെ. ഇത് മുന്താണിയെ, ഇത് ബോഡി. ഇതിൻ്റെ കളർ വന്നിട്ട് ഒരു പാരറ്റ് ഗ്രീൻ്റെ അല്ലെങ്കിൽ ലീഫിൻ്റെയൊക്കെ ഓലയുടെയൊക്കെ ഷേക്ക് കളറില്ലേ, അത്രയും ഗ്രീനല്ല അല്ലേ, ഇത്രയും ഗ്രീനല്ല, ലൈറ്റ് ഗ്രീൻ. നല്ല ഷെയ്ഡാണ്, എല്ലാം നല്ല ഷെയ്ഡുകളാണ്. ഒരു പേസ്റ്റൽ ഷെയ്ഡും ഉണ്ട്, അല്ലാത്ത ഷെയ്ഡും ഉണ്ട്. അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.